ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചൈനയുടെ ഒരു വിമാനം വെടിവെച്ചിടുക എന്ന് പറഞ്ഞാൽ അത് ഈ കാലത്ത് വലിയ സംഭവമൊന്നുമല്ല. കാരണം ചൈനയുടെ എത്രയോ വിമാനങ്ങൾ നമ്മൾ തന്നെ വെടിവെച്ചിട്ടിട്ടുണ്ട്. പാകിസ്ഥാന് കൊടുത്ത ഒരുപാട് വിമാനങ്ങൾ മാത്രമല്ല, മിസൈലുകൾ, അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം എല്ലാം വെടിവെച്ചിട്ടിട്ടുണ്ട്. അത് ഇന്ത്യക്ക് വെടിവെച്ചിടാൻ സാധിക്കും. വലിയ സംഭവമായിരുന്നു അത്. പക്ഷെ ഇപ്പോ ചൈനയുടെ ആയുധങ്ങൾ വലിയ സംഭവമായി മാറുന്നില്ല. അതുകൊണ്ടാണോ ഇപ്പോ ചൈനയുടെ ഒരു വിമാനം വേറൊരു രാജ്യം, അതും താരതമ്യേന വലിയ സൂപ്പർ പവർ ഒന്നുമല്ലാത്തൊരു രാജ്യം വെടിവെച്ചിട്ടിട്ടുണ്ട്? മ്യാൻമറാണ് അതിനെ വെടിവെച്ചിട്ടിരിക്കുന്നത്. എന്താണ് അവിടെ സംഭവിച്ചത്? എന്തിനാണ് ഇവർ ഈ വിമാനം വെടിവെച്ചിട്ടത്? ഈ മ്യാൻമാറിന്റെ ഈ ഭരണം എപ്പോഴും നിയന്ത്രിക്കുന്നതിൽ ഒരു പങ്ക് എപ്പോഴും ചൈനയ്ക്ക് ഉള്ളതാണ്. നമുക്കറിയാം 2021 അവിടെ അങ്സാൽ സുക്കിയുടെ ഭരണം വന്നു. അങ്സാൽ സുക്കി നമുക്കറിയാം, അവര് വളരെ കാലം ഫൈറ്റ് ചെയ്തിട്ട് വന്ന് ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരാണ്. അപ്പൊ ഈ സൂക്കി സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് ഈ ജുണ്ട വിഭാഗത്തിന്റെ ആളുകൾ അവിടെ ഭരണം പിടിക്കുകയുണ്ടായി. അത് ചൈനയുടെ സഹായത്തോടു കൂടിയാണ്. അവിടെ ചിലപ്പോഴൊക്കെ നമ്മൾ ഈ മാധ്യമങ്ങളിലൊക്കെ വായിക്കും. മുമ്പ് നമ്മൾ ന്യൂസ് ഇന്ത്യ മലയാളം തന്നെ ആ റിപ്പോർട്ട് കൊടുത്തിരുന്നു. ഈ വലിയ രീതിയിൽ അഭയാർത്ഥികൾ വരുന്നു, വലിയ രീതിയിൽ ബോംബിങ് മ്യാൻമാറിന് പല ഭാഗത്ത് നടക്കുന്നു. അപ്പൊ ഈ ചൈനയാണ് വന്നിട്ട് ഈ ബോംബിങ്ങിന്റെ പ്രധാനപ്പെട്ട ഭാഗം നിൽക്കുന്നത്. കാരണം ചൈനയെ സംബന്ധിച്ച് ഈ മ്യാൻമാർ നിലനിൽക്കേണ്ടതും ഒക്കെ അവരുടെ ആവശ്യമാണ്. പക്ഷെ ചൈനയെ അലോരസപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ചൈനീസ് ബോർഡറിലും ഇതുപോലെയുള്ള അനവധി വിമത ഗ്രൂപ്പുകളുണ്ട്. ഈ മ്യാൻമാറിന്റെ സംഭവം എന്ന് പറഞ്ഞാൽ ജുണ്ട അവിടെ ഭരണം നടത്തുന്ന ഒരു പ്രധാന ഗ്രൂപ്പാണെങ്കിൽ ഈ അരക്കാൻ പ്രദേശത്തുള്ള അരക്കൻ ആർമിയുണ്ട്. അതുപോലെ തന്നെ ഈ മ്യാൻമാർ ലിബറേഷൻ ആർമിയുണ്ട്, മ്യാൻമാർ ലിബറേഷൻ ഫ്രണ്ട് ഉണ്ട്. ഇത് കൂടാതെ ഈ റോഹിംഗ്യകളുടെ സംഘടനയുണ്ട്. അപ്പൊ ഇവരെല്ലാം ഇവരുടേതായിട്ടുള്ള ചില പ്രദേശങ്ങൾ കൈയടക്കി വെച്ചിരിക്കുന്നവരാണ്. അതായത് ഈ നമ്മുടെ സിറിയയിലെയും യമനിന്റെ ഒക്കെ കാര്യം പറയുന്നത് പോലെ ഇവരുടേതായ ഒരു ഭരണം നടത്തുക, ഇവർ നികുതി പിരിക്കുക, ഇവരുടേതായ ഒരു രാജ്യം ഭരണം ഇല്ല മ്യാൻമാറിൽ. ഉണ്ട്, രാജ്യമുണ്ട്, ഭരണമുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അത്രയേ ഉള്ളൂ. ഇപ്പൊ നമ്മുടെ യമൻ ഒരു രാജ്യമാണല്ലോ, അവിടെ ഒരു ഭരണാധികാരി ഉണ്ടല്ലോ. സിറിയ ഈ ഗ്രൂപ്പുകൾ ആരെങ്കിലും ആണോ? അതെ, മ്യാൻമാർ ലിബറേഷൻ ആർമി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പാണ്. അതായത് ഈ ചൈനയുടെ ഈ ഗ്രൗണ്ട് അറ്റാക്ക് ഫൈറ്റർ ജെറ്റ് FTC 2000G എന്ന് പറയുന്ന ഒരു വിമാനമാണ്. ആ വിമാനം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഇവരുടെ ഫൈറ്റ് നടത്തുന്നിടത്ത് ആരാണ്, ഈ മ്യാൻമാർ ലിബറേഷൻ ആർമി ഫൈറ്റ് നടത്തുന്ന പലേ എന്ന് പറയുന്ന ഏരിയ ഉണ്ട്. പലേ ഏരിയ, ഈ പലേ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ചൈനയുമായി ചേർന്ന് കിടക്കുന്ന ഒരു ഏരിയയാണ്. ഇവർ ചൈനയ്ക്ക് എപ്പോഴും ചൈനയ്ക്ക് എതിരല്ല ഇവര്. പക്ഷെ അവിടെ ഈ ചൈനയ്ക്ക് ഒരുപാട് താല്പര്യങ്ങളുണ്ട്. കാരണം എല്ലാവരുടെയും അതിർത്തികൾ സുരക്ഷിതമായിരുന്നാലേ എല്ലാവർക്കും സമാധാനം ഉണ്ടാകും. അപ്പോൾ ഈ അതിർത്തി കിടന്നിട്ടാണ് ഇവന്മാർ അടിമുഴ നടന്നത്. ഇവന്മാർ ചെയ്യുന്നത് ആ ഒരു പ്രദേശം പിടിച്ചെടുക്കാനാണ്. അപ്പൊ പാലേ പ്രദേശം പിടിച്ചെടുക്കാനായിട്ട് അവിടെ വലിയ രീതിയിലൊരു അറ്റാക്ക് ഈ പറയുന്ന മ്യാൻമാർ ലിബറേഷൻ ആർമി നടത്തുകയുണ്ടായി. അവിടുത്തെ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുക, അങ്ങനെ കുറെ കാര്യങ്ങൾ നടത്തുകയുണ്ടായി. അപ്പൊ അവിടേക്ക് സാങ്കങ് മേഖലയിൽ നിന്ന് ഒരു ചൈനീസ് വിമാനം വരുന്നു. ഞാൻ ഈ നേരത്തെ പറഞ്ഞത് FTC 2000G എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൗണ്ട് ഫൈറ്റർ ജെറ്റ് വരുന്നു. അപ്പൊ ആ ജെറ്റിന് ഇവർ അടിച്ചിട്ടു എന്ന് പറഞ്ഞിട്ട് അതെ 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 ഇവർ ഈ മേഖലയിലാകുമ്പോൾ ഇവരെ ബോംബിങ് നടത്തുക എന്നുള്ളതാണ്. കാരണം ഇവരെ ആക്രമിക്കുന്നത് ജുണ്ട ഭരണത്തെ നിലനിർത്തേണ്ടത് ചൈനയുടെ ആവശ്യമാണല്ലോ. അല്ലാതെ ഇവരുമായിട്ട് ഈ പറയുന്ന മ്യാൻമാർ നാഷണൽ ആർമിയായിട്ട് ചൈനയ്ക്ക് ഫൈറ്റിന്റെ കാര്യമൊന്നുമില്ല. പക്ഷെ അവരെ ഹെൽപ്പ് ചെയ്യുക. കാരണം ചൈനയെ സംബന്ധിച്ച് മ്യാൻമാർ പാകിസ്ഥാനെ പോലെയല്ല, ചൈനയുടെ ക്ലോസ് ആയിട്ട് കിടക്കുന്നവര്. ഈ മ്യാൻമാർ ലിബറേഷൻ ആർമി എന്ന് പറഞ്ഞാൽ അവിടെ വിമതരാണോ? അവിടെ അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു ടീമാണോ? അരക്കൻ ആർമിയെ പോലെ. ഓക്കെ, മനസ്സിലായി. അപ്പൊ ഇവർക്ക് ഈ ചൈനയുടെ ഈ ഫൈറ്റർ ജെറ്റിനെ അടിച്ചിടണമെങ്കിൽ ഇവർക്ക് നല്ല കപ്പാസിറ്റി ഉള്ള ആയുധങ്ങൾ വേണമല്ലോ. അപ്പൊ ഇവരെ സഹായിക്കുന്ന ആരാ? അതൊരു ചോദ്യചിഹ്നമാണ് എന്തായാലും. കാരണം അത് ശരിയാണ്, ആ ചോദ്യം ശരിയാണ്, അത് സ്വാഭാവികം. കാരണം ചൈനയുടെ വിമാനങ്ങളൊക്കെ അടിച്ചിടണമെങ്കിൽ ഇവർ MLA മ്യാൻമാർ ലിബറേഷൻ ആർമി ഇവരവിടെ വിമതരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ടീം. ഇപ്പൊ ബലൂചിസ്ഥാനിലെ ആൾക്കാർ അവർ ഈ മറ്റേ IED ഒക്കെ വെച്ചിട്ടാണ് അവര് പാകിസ്ഥാൻ പട്ടാളത്തെ നേരിടുന്നത്. അവർക്ക് വലിയ ആയുധങ്ങൾ, ഒരു IED മാത്രമേ ഉള്ളൂ, അത് വെച്ചിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ താലിബാനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർ നുഴഞ്ഞു കയറ്റത്തിലെ സ്പെഷ്യലിസ്റ്റുകളാണെന്ന് നമുക്കറിയാം. അപ്പൊ ഈ MLA എന്ന് പറയുന്ന ഈ മ്യാൻമാർ ലിബറേഷൻ ആർമിക്ക് ഒരു വിമാനത്തിനെ അടിച്ചിടാനുള്ള ഒരു സെറ്റപ്പ് കിട്ടണം. പക്ഷെ അവർ ഇതിനകത്ത് ഈ വിമതരായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഇവർക്ക് ആയുധങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ള ഒരു കൗതുകം നാട്ടുകാർക്ക് തോന്നത്തില്ലേ? അല്ല, ആയുധം വരുന്ന പല വഴിക്കുണ്ട്. അത് അമേരിക്ക കൊണ്ട് ആയുധം എത്തിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും പറയുന്ന പോലെ ഇന്ത്യയാണ് ഇതിന്റെ പിന്നിൽ എന്ന് പറയാറുണ്ട്. അത് പിന്നെ ഈ അരക്കൻ ആർമിയുടെ കുറെ ഒഫീഷ്യൽസ് ഒക്കെ മുമ്പ് വന്നിരുന്നു. ഇനി അരക്കൻ ആർമി തന്നെ ഇവരെ ബാക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയില്ല. കാരണം ഏതെങ്കിലും ഒരിടത്ത് എത്തിച്ചാൽ മതിയല്ലോ ആയുധം. ഇപ്പൊ അരക്കൻ ആർമിക്കാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ, ആയുധം എത്തിക്കുന്നുണ്ട്, ഈ അരക്കൻ ആർമി വഴി ഇവരൊക്കെ എത്തിക്കാൻ എളുപ്പമാണ്.
കാരണം ഉം. അരക്കൻ ആർമിക്ക് ഇവരുമായിട്ട് ശത്രുതയില്ല. ഇത് രണ്ടും രണ്ട് പ്രവിശ്യ കിടക്കുന്ന സ്ഥലങ്ങളാണ്. കാരണം രണ്ടുപേരും ഈ പ്രവിശ്യകൾ പിടിച്ചെടുക്കുക എന്നുള്ള ഇതാണ്. ഈ അരക്കൻ ആർമി അറ്റാക്ക് ചെയ്യുക എന്നുള്ളത് കേവലം തോക്കുകൊണ്ട് മാത്രമുള്ള അറ്റാക്കിലല്ല അവർ ആ സ്ഥലം മുഴുവൻ പിടിച്ചെടുത്തിരിക്കുന്നത്. ഉം. അവർ വളരെ ശക്തമായിട്ടുള്ള ഈ മിസൈൽസ് ഉണ്ടല്ലോ, മറ്റേ ലോക്കറ്റ് ലോഞ്ചറുകളും മറ്റുമുണ്ട്, ഈ തോളത്തൊക്കെ വെച്ചിട്ട് ഉം. ചെയ്യുന്നില്ലേ, ഉം. അഫ്ഗാനിസ്ഥാനിലൊക്കെ അവർ ചെയ്തു. അതേപോലെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഈ ഐറ്റംസ് കിട്ടുക എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കൊടുക്കണമല്ലോ. ഏതായാലും ഇപ്പൊ അതെ. നമുക്ക് പ്രത്യക്ഷത്തിൽ നമുക്ക് ഇന്ന രാജ്യം എന്ന് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് എല്ലാവരുടെയും സംശയം നീളുന്നത് നമ്മുടെ രാജ്യത്തിന് നേരെ തന്നെ ആയിരിക്കുക. പക്ഷെ അതൊക്കെ അങ്ങനെ നമുക്ക് പറയാൻ ആരോപണങ്ങൾ. നമുക്ക് കഴിയില്ല. അതെ. ആരോപണങ്ങൾ എന്ന് തന്നെ നമുക്ക് പറയാനുള്ളൂ. ഏതായാലും ഇവരത് അടിച്ചിട്ടു. ഇവർ അടിച്ചിടാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇവർക്ക് ചൈനയോടുള്ള വിരോധം കൊണ്ട് അടിച്ചിട്ടതല്ല. ഇവര് അവിടെ ഒരു പ്രദേശം പിടിച്ചെടുക്കാൻ പോയപ്പോൾ മ്യാൻമാർ ഒഫീഷ്യൽസിന്, അതായത് മ്യാൻമാറിലെ ഔദ്യോഗിക സർക്കാരിനെ സഹായിക്കാനായിട്ടാണ് ചൈന അവരുടെ ഫൈറ്റർ ജെറ്റ് അയച്ചത്. അതാണ് ഇപ്പോൾ അടിച്ചിട്ടിരിക്കുന്ന സാധനം. ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം ചൈനയെ സംബന്ധിച്ച് അവരുടെ ഒരു വിമാനം പോയതല്ല, അവർക്കുണ്ടായ ഒരു വലിയ മാനക്കേടുണ്ട്. ഒപ്പം തന്നെ ഈ പ്രതിരോധ രംഗത്ത് അവരുടെ ഓഹരികൾ പെട്ടെന്ന് താഴോട്ട് ഡൗൺ ആയിപ്പോയി. ഉം. പ്രത്യേകിച്ച് ഈ യുദ്ധവിമാനങ്ങളുടെ കാര്യത്തിൽ വീണ്ടും നാണം കെട്ടു. കാരണം ഇന്ത്യയുടെ അടുത്ത് വന്ന് മുട്ടി അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം, ഒപ്പം തന്നെ അവരുടെ മിസൈൽസ്, വിമാനങ്ങൾ, ഇതെല്ലാം ഡാമേജ് പറ്റി തകർന്നു. അതിന് തൊട്ടു പിന്നാലെ മ്യാൻമാർ കണക്കൊരു സ്ഥലത്ത്, ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയൊരു സംഭവം യുദ്ധവിമാനമൊന്നും അല്ല FTC-2000G ഉം. എന്ന് ഉം. പറഞ്ഞാൽ ഉം. അവരുടെ ഉം. ഒരു ഗ്രൗണ്ട് ഫൈറ്റർ ജെറ്റാണ്. പക്ഷെ എങ്കിൽ പോലും എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ ചൈനയുടെ പ്രതിരോധ രംഗത്ത് ഉള്ള കുതിപ്പിന് ഇത് തടയിടാനായിട്ട് കഴിയും. കാരണം ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് പോലും അവരുടെ ഫൈറ്റർ ജെറ്റ് അടിച്ചിടാൻ പറ്റുമെങ്കിൽ പിന്നെ അവർക്ക് എന്ത് ക്രെഡിബിലിറ്റി ആണുള്ളത്, അല്ലെങ്കിൽ അവരുടെ യുദ്ധവിമാനങ്ങൾക്ക് എന്ത് ക്രെഡിബിലിറ്റി ആണുള്ളത്? ചൈനയെ ഇപ്പൊ വിഷമിപ്പിക്കുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു വിമാനം പോയതല്ല പ്രശ്നം, അടിക്കടി നാണക്കേടാണ് ഉണ്ടാകുന്നത്. പാകിസ്ഥാനിൽ നാണം കെട്ട് നാശമായിട്ടിരിക്കുമ്പോഴാണ് ഇപ്പൊ ഇത് വന്നിരിക്കുന്നത്. അപ്പൊ ആകെ ഇപ്പൊ അവർക്ക് ഇപ്പൊ ഒരു കോൺട്രാക്ട് ഉള്ളതെന്ന് പറഞ്ഞാൽ പാകിസ്ഥാനുമായിട്ട് മാത്രമേ ഉള്ളൂ ആയുധം. അപ്പൊ ആയുധ വിപണിയിൽ എങ്ങനെയും കടന്നുകൂടാമെന്ന് കരുതുന്നിടത്താണ് ഇപ്പോൾ ഇങ്ങനെയൊന്നും സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ മ്യാൻമാറിൽ ആഭ്യന്തര യുദ്ധം തുടങ്ങിയിട്ട് നാളുകളേറെയായി. ബുദ്ധ വിഭാഗത്തെ അനുകൂലിക്കുന്ന തന്നെ 3-4 ഗ്രൂപ്പുകളുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കാണ് അരക്കൻസിന്റെ പ്രശ്നമുള്ളത്, റോഹിംഗ്യകളുടെ പ്രദേശങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഗ്രൂപ്പുകളുണ്ട്. ഈ ഗ്രൂപ്പുകളെ ചൈനയും ഇന്ത്യയും മാറി മാറി തന്നെയാണ് പിന്തുണച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും അങ്ങനെ ഇന്ത്യക്ക് രണ്ട് വഴിയിലും പിന്തുണയ്ക്കുന്നുണ്ട്. അതാണ് ഇതിനകത്ത് കൗതുകം എന്ന് പറയുന്നത്. ചൈനയും അതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. ചൈനയും അവരുടെ ഈ ബോർഡറിൽ കിടക്കുന്ന ഇതുകൊണ്ടുള്ള ചില ഗ്രൂപ്പുകളെ അവരും പിന്തുണയ്ക്കുന്നുണ്ട്. ഇന്ത്യ ആണെങ്കിൽ ജുണ്ടയുടെ സർക്കാരിനെ നമ്മൾ പിന്തുണയ്ക്കുന്നുണ്ട്, അത് ഒഫീഷ്യൽ പിന്തുണ. അരക്കൻ ആർമിയെ നമ്മൾ പിന്തുണയ്ക്കുന്നുണ്ട്, അത് അൺഒഫീഷ്യൽ പിന്തുണ. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പണി. അതായത് ഒരു വശത്തു കൂടി നമ്മൾ പറയും നമ്മൾ നിങ്ങളുടെ ഒപ്പമാണ്, നിങ്ങൾക്ക് ഒഫീഷ്യൽ. കാരണം നമ്മളെ സംബന്ധിച്ച് നമുക്ക് നിർണായകമായ ഒരു രാജ്യമാണ് മ്യാൻമാർ. അപ്പൊ അവിടുത്തെ ഒരു സർക്കാരുമായി നല്ല ബന്ധത്തിൽ നമ്മൾ മുൻപോട്ട് പോയേ പറ്റും. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം നമ്മളൊരു ചർച്ച നടത്തിയിരുന്നു. അവിടെ ജിഹാദി ഗ്രൂപ്പ്സ്, ഈ ഭീകരവാദി ഗ്രൂപ്പുകൾ ജെയ്ഷെ മുഹമ്മദിന്റെ നേതൃത്വത്തിൽ ക്യാമ്പ് തുടങ്ങിയിട്ടുണ്ടെന്ന്. അപ്പൊ നമുക്ക് അതെ. മ്യാൻമാറായിട്ട് നല്ല ബന്ധത്തിൽ പോയേ പറ്റൂ. അപ്പം മ്യാൻമാറിന്റെ ഒഫീഷ്യലായിട്ടുള്ള ജുണ്ട ഭരണകൂടമായിട്ട് നമ്മൾ നല്ല ബന്ധത്തിലാണ് പോകുന്നത്. അവർക്ക് വേണ്ട ഹെൽപ്പുകൾ നമ്മൾ കൊടുക്കാറുണ്ട്. ഒപ്പം തന്നെ ഈ അരക്കൻസിന്റെ പ്രശ്നത്തിൽ നമ്മൾ ഇടപെടുന്നില്ല. അവർ നമ്മളെ കാണാൻ വരുന്നുണ്ട്. അവിടെ നമ്മുടെ 9 MP അരക്കൻസ് പ്രദേശത്ത് പോയിരുന്നു. അങ്ങനെയുണ്ട്. ഇതേ സാധനം തന്നെയാണ് ചൈനയ്ക്കും ഉള്ളത്. ചൈനയ്ക്കും ഇവര് രണ്ടു കൂട്ടരെയും വേണം. കാരണം ചൈനയുടെ ഒരു കോറിഡോർ അതുവഴി കടന്നു പോകുന്നുണ്ട്. ആ കോറിഡോറിന്റെ ഏറ്റവും വലിയ സ്വപ്നം വെച്ചാൽ അതുവഴി ചാടിച്ച് അവർക്ക് ബംഗ്ലാദേശിൽ എത്തിക്കുക എന്നുള്ള ഒരു സംഭവമാണ് അവരുടെ ഒരു വലിയ സ്വപ്നം. അതാണ്. അപ്പൊ അങ്ങനെ ഒരെണ്ണം കടന്നു പോകുന്നുണ്ട്. അവർക്ക് എല്ലാവർക്കും താല്പര്യമുണ്ട്. മ്യാൻമാറിനെ സംബന്ധിച്ച് ഈ അടുത്ത സമയത്ത് ഈ ചൈന ഖനനം നടന്നൊരു പ്രദേശമുണ്ട് ചൈനയുടെ ബോർഡറിൽ, ഈ മ്യാൻമാർ തന്നെ. ആ പ്രദേശത്ത് നിന്ന് അവർ ചൈനക്കാരെ മുഴുവൻ ഓടിച്ചു. അവസാനം ചൈന പറഞ്ഞ് ഞങ്ങൾക്ക് വേണ്ട, വിട്ടിട്ട് പോയി അവര്. ആ സ്ഥലത്തേക്ക് ആരാ എത്തിയത്? പിന്നീട് ഇന്ത്യയുടെ ഖനി ടെക്നീഷ്യൻസും ഖനി മുതലാളിമാരുമാണ് അവിടെ എത്തിയത്. കാരണം ധാതു സമ്പത്ത് ഒരുപാടുള്ള സ്ഥലമാണ്. അത് എടുക്കാനായിട്ട് എത്തുന്ന ഇന്ത്യയാണ്. അതായത് ചൈന മാറുന്നിടത്ത് ഇന്ത്യ എത്തുന്നു, ഇന്ത്യ മാറുന്നിടത്ത് ചൈന എത്തുന്നു എന്നൊരു രീതിയിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് മ്യാൻമാർ. ഏതായാലും അവിടെ ഇന്ത്യ ചൈന ഫൈറ്റ് ഉണ്ടാകത്തില്ല. അപ്പം ഇങ്ങനെയുള്ള ഒരു ഫൈറ്റ് ആണ് ഇതിനകത്ത് നടക്കുന്നത്. കാരണം നമുക്ക് നമ്മുടെ രാജ്യ താല്പര്യമുണ്ട്. ഒപ്പം തന്നെ ഒരു വലിയ ധാതു സമ്പത്തിന്റെ ഉടമകളാണ് മ്യാൻമാർ എന്ന് പറയേണ്ടി വരും. അപ്പൊ അത് നമുക്കും താല്പര്യമുണ്ട്. നമ്മൾ പോയിരുന്നല്ലോ ഈ അടുത്ത കാലത്ത്, നമ്മളത് വാർത്ത എടുക്കുകയും ചെയ്തിരുന്നു. അപ്പൊ ഇത് രണ്ട് ആംഗിൾ നമ്മൾ ഈ വാർത്ത കാണണം. ഒന്ന്, ചൈന ഈ പ്രത്യേകിച്ച് വ്യോമ പ്രതിരോധ രംഗത്തേക്ക് അവരുടെ ഇത് രണ്ടാമത്തെ നാണം കെട്ട ഒരു വലിയ പരാജയമാണ്. അത് അവരുടെ ആ ആയുധ വിപണിയെ വലിയ രീതിയിൽ അത് ബാധിക്കും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യയെ സംബന്ധിച്ച് ലോകത്തിന് മുമ്പിൽ പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്, ചൈനയുടെ മിസൈൽസ് അടക്കം ഞങ്ങൾ തകർത്തു എന്നുള്ളത്. അതൊന്നുകൂടെ പ്രൂവ് ചെയ്യിക്കാൻ കഴിഞ്ഞു. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഇന്ത്യക്കാർക്ക് തന്നെ കൂടുതൽ ആത്മവിശ്വാസം വരുന്ന ഒരു വാർത്തയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ചൈന വലിയൊരു സംഭവമാണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിപ്പോ നമ്മൾ പൊളിഞ്ഞെടുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷെ നമ്മൾ കണ്ടിട്ടില്ല ചൈനയുടെ ഈ അറ്റാക്കുകളൊന്നും ഇതിനു മുമ്പ് നടക്കാത്തതുകൊണ്ട്. പക്ഷെ ചൈനയുടെ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിപ്പോ ഡയറക്റ്റ് ചൈനയാണ്, വേറെ ആരും പറത്തിയ വിമാനമല്ല. പാകിസ്ഥാൻ പറത്തിയ വിമാനം നമ്മൾ അടിച്ചിട്ടപ്പോൾ അവർ പറഞ്ഞത് അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാത്തത് കൊണ്ട് സംഭവിച്ചതാണെന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം ചൈന തന്നെ പറത്തിയ ഒരു വിമാനമാണത്. അപ്പൊ ഇതാണ് മ്യാൻമാറിലെ ഏറ്റവും വലിയ ഡെവലപ്മെന്റ്സ്. ചൈനയെ സംബന്ധിച്ച് അവർക്കൊരു വലിയ തിരിച്ചടി എന്നുള്ള ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് ഇപ്പൊ. പക്ഷെ
ചൈന പ്രത്യക്ഷമായിട്ട് ഇതിനകത്തൊരു തിരിച്ചടിക്കൊന്നും പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പോയി കഴിഞ്ഞാൽ പൊളിഞ്ഞില്ലേ. അതായത് ഈ ജുണ്ടകളെ സഹായിക്കാൻ പോയി പണി കിട്ടിയതാണ്. അതുകൊണ്ട് അവരുടെ ടി വി ഉണ്ട്, മ്യാൻമാറിന്റെ ബ്രോഡ്കാസ്റ്റർ ടി വി ഉണ്ട്, MRTV എന്ന് പറയും. അവരിത് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ വിമാനം തകർന്നു. പക്ഷെ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സാങ്കേതിക പിഴവ് മൂലം വീണു എന്നാണ്. പക്ഷെ മറ്റവർ പറഞ്ഞാൽ ഞങ്ങൾ അടിച്ചിട്ടു എന്നാണ് പറയുന്നത്. പക്ഷെ എന്തായാലും വിമാനം തകർന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇനി സാങ്കേതിക പിഴവ് മൂലമാണ് ആ വിമാനം തകർന്നതെങ്കിലും ആയുധ മാർക്കറ്റിൽ അതിന് വലിയ ഡിമാൻഡ് ഉണ്ടാകില്ല. ടെക്നിക്കൽ എററുള്ള വിമാനം ആരെങ്കിലും വാങ്ങുമോ? ഇല്ല. ഇനി അടിച്ചിട്ടതാണെന്നുണ്ടെങ്കിൽ അത് ഫൈറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാത്ത ഫൈറ്റർ ജെറ്റാണ്, അതും ആരും വാങ്ങില്ല. ഇതാണ് അതിനകത്തൊരു റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഏതായാലും ചൈനയെ സംബന്ധിച്ച് യുദ്ധത്തിനൊന്നും പോകാൻ പറ്റില്ല. ഇത് ലോകത്തോട് വിളിച്ച് പറയാൻ പറ്റത്തില്ല, ഇല്ലെങ്കിൽ മുന്നറിയിപ്പ് കൊടുക്കാൻ പറ്റില്ല. എന്ത് ചെയ്യാൻ പറ്റും? വല്ലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പോയി ബോംബിട്ടുകൊണ്ടിരുന്നവന്മാരാ അത്. ഇപ്പൊ താഴെ ഒന്നും മിണ്ടാൻ പറ്റത്തില്ല. അതാണ് അവസ്ഥ. ഇനി ചിലപ്പോൾ ഇതിന് പ്രതികാരമായിട്ട് ചിലപ്പോൾ കുറച്ച് കൂടുതൽ ഫൈറ്റർ ജെറ്റ് അയച്ചുകൊണ്ട് അവർ അതേ രീതിയിൽ വല്ലതും ചെയ്യുമായിരിക്കും. പക്ഷെ ഇവർക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്ത് കുറെ സാധനങ്ങളുണ്ട്. അതായത് മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ കുറെ എന്താണ് വൈകാരികമായ ബന്ധങ്ങളൊക്കെ ഉണ്ട് ചൈനയ്ക്ക്. ഈ ചൈനീസ് ബോർഡറിലേക്ക് ഇവന്മാര് കയറാറുണ്ട് ഇടയ്ക്ക്. കയറി കഴിഞ്ഞാൽ അവരൊന്നും ചെയ്യാറൊന്നുമില്ല ഇവരെ. അവര് ചിലപ്പോൾ കൊണ്ടുപോയിട്ട് അവരെ വേറെ മറ്റു പല പണിക്കും ഉപയോഗിക്കുന്നുണ്ട്. അടിമകള കണക്ക് വീട്ടുപണിക്കും അങ്ങനെയൊക്കെ ഉപയോഗിക്കാറുണ്ട് ഇവരെ. കാരണം അവരെ സംബന്ധിച്ചും ആ ഒരു കാസ്റ്റാണ്, രണ്ടും ഒരേ മതത്തിന്റെ വിഭാഗങ്ങളാണ്. അപ്പൊ ഇതുകൊണ്ട് ഇവരെ ചെയ്യാനുള്ളത്, കാരണം ഇവര് അങ്ങനെ ഇവരുടെ ഒരു ശത്രുക്കളോ ചൈന പിടിച്ചടക്കണമെന്നോ ഇല്ല ചൈനയെ തകർക്കണമെന്നോ ഒന്നും ആഗ്രഹം ഇവർക്കില്ല. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. അപ്പൊ പിന്നെ ഈ ആകെ ഉള്ള അതിനകത്തൊരു രണ്ടു കൂട്ടരും, ഇന്ത്യയും ചൈനയും ഭയക്കുന്ന ഒരൊറ്റ കൂട്ടരേ ഉള്ളൂ. അത് ഈ ഇസ്ലാമിക് തീവ്രവാദ ഗ്രൂപ്പുകൾ മാത്രമാണ്. അതല്ലാതെ വേറെ ആർക്കും അതിനകത്ത് പിടിക്കണ്ട. ഈ മണിപ്പൂരിലേക്കൊക്കെ പണം നൽകുന്നതും ആയുധം നൽകുന്നതൊക്കെ ഇത്തരം ഗ്രൂപ്പുകളാണ്. ഒപ്പം തന്നെ മ്യാൻമാറിൽ നിന്നുള്ള ഒരു വലിയ വിഭാഗം തന്നെയാണ് കുക്കികൾ എന്ന് പറയുന്നത്. മ്യാൻമാറിലും ഉണ്ട് അവര്. മ്യാൻമാറിൽ നിന്ന് വന്ന ഒരു ടീം തന്നെയാണ്. അതിന്റെ ഒരു വശത്തിൽ അത് അങ്ങനെ കിടക്കും. പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ച് ഇത് നിർണായകമാണ് അവിടെ നടക്കുന്ന ആഭ്യന്തര കലാപം. കാരണം നമ്മളുമായിട്ട് മണിപ്പൂര്, മേഘാലയ ഇതൊക്കെ ആയിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമാണ്. അതൊരു നിർണായക ഘടകമാണ്. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ആഭ്യന്തര കലാപം അവിടെ നേരത്തെ തന്നെ ഉണ്ടായി. പക്ഷെ ചൈനയ്ക്ക് ഇതൊരു വലിയ നാണക്കേടാണ്. ചൈന എന്തൊക്കെയോ ആണെന്ന് പറഞ്ഞിടത്ത് അതൊരു വലിയ നാണക്കേടായി മാറുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു യാഥാർത്ഥ്യം. എന്തായാലും കണ്ട അണ്ടനും ഉടങ്ങോടനും എല്ലാം ചൈനയെ കയറി അടിക്കുകയാണ് എന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം, ചൈന എന്ന് പറയുന്ന രാജ്യം ഇന്ത്യയുമായിട്ട് യുദ്ധം ചെയ്തിട്ടുണ്ട്. അന്ന് ഇന്ത്യ വലിയ ശക്തിയൊന്നും അല്ലായിരുന്നു, കാരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയമായിരുന്നല്ലോ ചൈന യുദ്ധത്തിനായിട്ട് വന്നത്. ചൈനയൊന്നും വലിയ ശക്തിയൊന്നും അല്ലായിരുന്നു. അപ്പോൾ അതിനുശേഷം ഇതുവരെ ചൈനയും ഇന്ത്യയും തമ്മിലൊരു കൺഫ്രണ്ടേഷൻ വന്നിട്ടില്ല. പോരാത്തതിന് ചൈന വേറൊരു രാജ്യവുമായിട്ട് യുദ്ധം ചെയ്യാനും പോയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ ഒരു ഊതി വീർപ്പിച്ച ബലൂൺ പോലെ ഞങ്ങൾക്ക് അതുണ്ട്, ഇതുണ്ട്, ഡ്രോൺ ഉണ്ട്, മറ്റേ കില്ലർ വെബ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള സംഭവമാണ് എന്ന് പറയുന്നതല്ലാതെ ഡയറക്റ്റ് ഫൈറ്റിന് ഒരു സ്ഥലത്തും ചൈന ഇതുവരെ ചെന്നിട്ടില്ല. പക്ഷെ ഇവന്മാര് ബുദ്ധി ഉപയോഗിച്ച് ജൈവായുധങ്ങൾ ഇറക്കുക, ബയോ വെപ്പണുകൾ പല രാജ്യത്തും വിന്യസിക്കുക, ഡെറ്റ് ട്രാപ്പിൽപ്പെടുത്തുക, ഇങ്ങനെയുള്ള പൈസ കൊണ്ടുള്ള കളിയാണ് കൂടുതലും ചൈന നടത്തുന്നത്. അപ്പൊ ഇവരുടെ ആയുധബലം എത്രത്തോളം ഉണ്ടെന്ന് ആർക്കും അറിയാനുള്ള ഒരു സാഹചര്യം ഇതുവരെ ഒരു ലോക രാഷ്ട്രങ്ങൾക്കും അറിയാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഇന്ത്യയിൽ വീണ ചൈനീസ് മിസൈലുകളൊക്കെ ഇഴകീറി പരിശോധിക്കാൻ അമേരിക്കയൊക്കെ ഓടി ഇങ്ങ് ഇന്ത്യയിലോട്ട് എത്തിയത്. ഇനി ഇവര് ഡയറക്റ്റ് ആയിട്ട് ഒരു കൺഫ്രണ്ടേഷൻ ആരോടെങ്കിലും പോയാൽ മാത്രമേ ഇവരുടെ ശക്തി എത്രത്തോളം ഉണ്ട് എന്ന് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷെ അതിപ്പോ ലോക രാജ്യങ്ങൾക്ക് ഇന്ത്യ മൂലം കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. കാരണം ഇവരുടെ ഡിഫൻസ് സിസ്റ്റവും ഇവരുടെ വിമാനങ്ങളും എല്ലാം ഇന്ത്യ വളരെ സുഖമായിട്ട് അടിച്ചിട്ടു. ആ കിട്ടിയതിൽ അങ്ങനെ ഒരു സംഭവത്തിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടായിരിക്കണം ഇപ്പൊ മ്യാൻമറിലെ ഒരു വിമത ഗ്രൂപ്പ് പോലും ഇവന്മാരുടെ വിമാനം അടിച്ചിട്ട് നമുക്ക് അനുമാനിക്കാം. താങ്ക് യു വിജിട്ട, താങ്ക് യു സോ മച്ച്.